നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ ഇമാം നമ്മുടെ മഹല്ലത്തുകളായ മഹല്ലുകളിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകള് എന്തേന്നറിയോ? ഇബാദത്താകുന്ന നിക്കാഹ്, വിവാഹമെന്നുള്ള മഹത്തായൊരു ഇബാദത്ത്, അതിന് മുൻപ് എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. നല്ല നല്ല തറവാട്ടുകാര്, നല്ല നല്ല കുടുംബക്കാര്, അതേ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് നല്ല വധുവിന് വരനെ തേടി പുതിയ പിളിയെ കണ്ടെത്തിയിട്ട് വിവാഹങ്ങൾ ഉറപ്പിച്ചു. എല്ലാം ചെയ്തിട്ട് അവസാനം നല്ലൊരു ഇബാദത്തല്ലേ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ, നമ്മൾ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഇബാദത്താണല്ലോ ഉമ്മമാരെ, സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ. നിക്കാഹ് എന്നുള്ളത് വലിയൊരു ഇബാദത്ത് തന്നെ. അത് ഹബീബായ തങ്ങളുടെ ചര്യയാണ്, ഹബീബായ തങ്ങളുടെ സുന്നത്താണ്. ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ, നിക്കാഹ് എന്നൊരു സുന്നത്ത്, അത് ജീവിതത്തിൽ ഒരു തവണയല്ലേ നടക്കുക, ഒരു തവണയല്ലേ നടക്കേണ്ടത്. ആ നിക്കാഹ് എന്ന വലിയ ആ മുത്തുനബിന്റെ ചര്യ, ആ നിക്കാഹ് നടക്കുന്നതിന് മുൻപ് വിവാഹത്തിന്റെ തലേന്നും അതിന്റെ തലേ ദിവസവും നമ്മുടെ വീടുകളിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ കല്യാണങ്ങള്, പെൺകുട്ടിയെ എല്ലാ നിലക്കും മേക്കപ്പ് ചെയ്തിട്ട് ആ പെൺകുട്ടി നല്ല മുസ്ലിമായ ഉപ്പക്കും ഉമ്മക്കും പിറന്ന പൊന്നുമോള് തന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഇബാദത്താകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യാകുന്ന നിക്കാഹ് നടക്കുന്ന തലേന്നും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളൊക്കെ വീടുകളിലും അതുപോലെ തന്നെ ഓഡിറ്റോറിയങ്ങളിലും തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് ഇസ്ലാമിന്റെ ആ സന്നദ്ധായ ഇസ്ലാമിന്റെ ശൈലിക്ക്, ആദർശത്തിന്, ഇസ്ലാമിനും നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിമിന്റെ വേഷത്തിലേക്ക്, മുസ്ലിമിന്റെ ചര്യക്ക് എതിരായിട്ട്, മുത്തുനബിന്റെ സുന്നത്തിന് എതിരായിട്ട് തോന്നിവാസങ്ങൾ ചെയ്തിട്ട് നാടും നാട്ടുകാരും അയൽവാസികളെയും അതേ ഇടങ്ങേറാക്കുന്ന രൂപത്തില് മഞ്ഞ കല്യാണങ്ങള്, അതുപോലെ തന്നെ മറ്റു പലതും ചെയ്തുകൊണ്ട് കല്യാണങ്ങൾ നടത്തുമ്പോ മുഅ്മിനീങ്ങളെ, പിന്നീട് നടക്കുന്ന സുന്നത്തായ നിക്കാഹ്, ആ സുന്നത്ത് കർമ്മത്തിന്, ഇബാദത്തിലേക്ക് ഭംഗം വരുത്തുന്ന രൂപത്തിൽ നിന്റെ മകളെ നിസ്കാരം ഖളായി പോയാൽ, അതേ വിവാഹം നടത്തേണ്ട കല്യാണ പെണ്ണ് നിസ്കാരം ഖളാക്കി പോയാൽ, മോളെ, നിന്റെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. ചെറുപ്പക്കാരാ, വിവാഹം കഴിഞ്ഞിട്ട് നല്ല നല്ല സയ്യിദന്മാരെ, ആലിമീങ്ങളെ കൊണ്ട് നിക്കാഹ് നടത്തിയിട്ട് അതിന് ശേഷം നീ വധുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, നിന്റെ കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോകുമ്പോ, നീ തോന്നിവാസം ചെയ്തിട്ട് അവിടെ അക്രമങ്ങൾ, അനീതികൾ അഴിച്ചുവിടുമ്പോ, നിനക്ക് എന്തും തോന്നിയത് വിളിച്ചു പറയാം, തോന്നിയ രൂപം കെട്ടാം, തോന്നിയ വേഷം കെട്ടാം. ഈ രൂപത്തിൽ നീ അങ്ങ് വിവാഹത്തിന്, കല്യാണത്തിന്റെ നീ പ്രവർത്തിച്ചാൽ, മോനെ, നീ സുന്നത്താകുന്ന നിക്കാഹിന്, ഹബീബ് തങ്ങളുടെ ചര്യക്ക്, ഇബാദത്താകുന്ന നിക്കാഹിനിക്ക് നീ ഭംഗം വരുത്തിയവനായി പോയി. നീ ഒരു ശപിക്കപ്പെട്ടവരനായി പോകും കേട്ടോ. നീ ശപിക്കപ്പെട്ട വധുവായി പോകും. പിന്നെ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. പിന്നെയോ, ഇത് ഞാൻ എത്ര കേട്ടതാണ്, ഞാൻ എത്ര വാഴ്ന്നു കേട്ടതാ, എത്ര മഹല്ലത്തിൽ ഉസ്താദുമാരിത്തിയ വിവരം അറിയിച്ചതാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ന്യൂ ജനറേഷൻ ഇങ്ങനെ ചെയ്യാവൂ എന്ന രൂപത്തിൽ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ, മോനെ, മോളെ, നിന്റെ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല.
നിനക്ക് ജനിക്കുന്ന കുഞ്ഞൻ ഒരു പക്ഷേ അന്ധനായിരിക്കാം, അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള മക്കളെ ആയിരിക്കും റബ്ബ് തആല തരിക. അതുകൊണ്ട് ഇസ്ലാമിന്റെ അതേ പരിശുദ്ധ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവഹേളിക്കുന്ന രൂപത്തിൽ മുസ്ലിമിന്റെ കല്യാണമായി കൂടാ. മാതൃകാപരമായിട്ട് ഹബീബ് കാണിച്ച വിവാഹമാവണം. അനാവശ്യമാമില്ലാതെ തോന്നിവാസങ്ങൾ കാട്ടാതെ ആ ഇബാദത്തിന് വലിയ പരിഗണന കൊടുത്തിട്ട് റബ്ബിന്റെ പൊരുത്തത്തിനായി ഞാൻ എന്റെ മകളുടെയും എന്റെ മകളുടെയും മകന്റെയും വിവാഹം കഴിക്കുമെന്ന് എല്ലാ രക്ഷിതാക്കളും തീരുമാനമെടുക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന, അതേ സംഘടനാ നേതൃത്വങ്ങൾ പലയിടത്തും മഹല്ലുകളിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഞങ്ങളെ കർണാടകയിൽ തന്നെ അങ്ങനെ വിവാഹ ധൂർത്തുകളും വിവാഹത്തിന്റെ കോപ്രാറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പലയിടത്തും കടന്നു കയറി ഇപ്പോൾ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന കർണാടകയിലെ സ്വയ്യസിന്റെ നേതൃത്വം അൽഹംദുലില്ലാഹ് 100 ദിവസത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞ മാസം തുടക്കം കുറിച്ചു. വലിയ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വലിയൊരു ക്യാമ്പയിനിന് സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം സംഘടന തീരുമാനമെടുത്തപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ നല്ലവരായ മനുഷ്യരും നല്ല നല്ല ബുദ്ധിജീവികളും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്ന വ്യത്യാസമില്ലാതെ വിവാഹദൂർത്തിനെതിരെ മാതൃകാപരമായ വിവാഹം നമ്മുടെ നാട്ടിൽ നടക്കണമെന്ന രൂപത്തിൽ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചപ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ നല്ലവരായ ബുദ്ധിജീവികളടക്കം അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആനാരി മഹല്ലിലെയും ഇതിന്റെ പരിസരത്തുള്ള മുഅ്മിനീങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ മഹല്ല് മാതൃകാപരമായ രൂപത്തിൽ വിവാഹങ്ങളും മറ്റു ചടങ്ങുകളും നടക്കണം. അതിനു വേണ്ടി മഹല്ല് നേതൃത്വം കൊടുക്കണം. ഒരിക്കലും അത് ഇസ്ലാമിന് നിരക്കാത്ത ഒരു വിവാഹവും ഒരു പ്രവർത്തനവും ഒരു ചടങ്ങും നമ്മുടെ വീടുകൾ ഉണ്ടായിക്കൂടാ. അല്ലാഹു തആല മാതൃകാപരമായ വിവാഹങ്ങളും ചടങ്ങുകളും നടത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.